അയ്യപ്പൻകോവിൽ തൂക്കുപാലം. ഇടുക്കി ഡാമിൻ്റെ റിസർവോയറിൽ നിന്ന് വെള്ളം കടന്നു വരുന്ന ഇവിടെ മുങ്ങിപ്പോകുന്നൊരു സ്ഥലമാണ്. ഈ വർഷം മഴ വളരെ താമസിച്ചായിരുന്നതുകൊണ്ട് വെള്ളം വളരെ കുറവാണ്. ഈ തൂക്കുപാലത്തിൻ്റെ വളരെ താഴെയാണ് വെള്ളം നിൽക്കുന്നത്. അപ്പോൾ ഏതായാലും വെള്ളപ്പൊക്കം ഒന്നും ഉണ്ടാകുകയില്ല. ഈ പവർ കട്ട് വരുമ്പോൾ എല്ലാവരും ഓർക്കും എന്താണ് പവർ കട്ടെന്ന്. പവർ കട്ട് ഉണ്ടാകുന്നതിൻ്റെ കാര്യം ഈ തൂക്കുപാലത്തിൽ നോക്കുന്നത് മനസ്സിലാകും. സാധാരണ ഡാമിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് ഒരു 50 അടിയും കൂടെ ഇനിയും വെള്ളം പൊങ്ങി സ്റ്റോക്ക് ചെയ്യാനുള്ള ഒരു സ്ഥലമുണ്ട് ഡാമിന്. അപ്പോൾ ആയിരക്കണക്കിന് ഏക്കർ സ്ഥലത്ത് 50 അടി പൊക്കത്തിൽ വരുമ്പോഴത്തേക്ക് ലക്ഷക്കണക്കിന് ക്യൂബിക് മീറ്റർ വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഇടുക്കി ഡാമിൽ സഫീഷ്യൻ്റായിട്ട് വെള്ളം കാണുകയുള്ളൂ. ഈ വർഷം മഴ വളരെ താമസിച്ചുകൊണ്ട് വെള്ളം കുറവാണ്. തൂക്കുപാലത്തിൽ നിന്നുള്ള ദൃശ്യമാണ് കാണുന്നത്. ഇവിടെ നിന്ന് വളരെ ദൂരം നമുക്ക് കാണാം. ആ ദൂരെ കാണുന്നത് പെരിയാറ്റിൽ നിന്ന് വെള്ളം ഇതിലൂടെ കടന്നു പോകുന്നതാണ്. ഈ ഭാഗം പെരിയാറ്റിൽ നിന്ന് ഉള്ള കൈവഴികളിലൂടെ ഡാമിലേക്ക് വെള്ളം പോകുന്ന ഭാഗം നമുക്ക് കാണാം. അതുപോലെ തന്നെ ഡാമിൽ നിന്ന് വെള്ളം കയറി വരുമ്പോൾ ഈ ഭാഗമെല്ലാം മുങ്ങി ഈ പാലത്തിൻ്റെ ഏകദേശം ടോപ്പിനടുത്ത് വരെ വെള്ളം വരും. വെള്ളം പൊങ്ങി കിടക്കുന്നതാണ്. എന്നാൽ ഈ വർഷം മഴ കുറവായതുകൊണ്ട് ഇപ്പോൾ വെള്ളം വളരെ കുറവായിട്ടാണ് നിൽക്കുന്നത്. ഈ വർഷം എന്തായാലും ഡാം നിറയുന്ന ലക്ഷണമില്ല. അതുകൊണ്ട് ഈ വർഷം ഇടുക്കി ഡാം തുറന്നു വിടുമെന്ന് ആരും പേടിക്കേണ്ട. മുല്ലപ്പെരിയാറിലും ഡാം ഉയർത്തും എന്നൊക്കെ പറയുമ്പോഴും മുല്ലപ്പെരിയാറിൽ ഈ പറയുന്ന പോലെ വെള്ളമില്ല. അതുകൊണ്ട് മുല്ലപ്പെരിയാർ നിറയുകയോ അല്ലെങ്കിൽ ഇടുക്കി ഡാം നിറഞ്ഞോ ഒരു വെള്ളപ്പൊക്കം ഉണ്ടാകാനുള്ള സാധ്യത ഈ വർഷം കുറവായിട്ടാണ് കാണുന്നത്. ഏതായാലും കുറച്ചുകൂടെ മഴ പെയ്യുന്നത് നല്ലതാണ്. നമ്മുടെ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഉണ്ടെങ്കിൽ ഇടുക്കിയിലെ ജനറേറ്ററുകൾ, മൂലമറ്റത്തെ ജനറേറ്ററുകൾ പ്രവർത്തിക്കുകയും ആവശ്യമായ കറണ്ട് നമുക്ക് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യാനായിട്ട് സാധിക്കും. വളരെ മനോഹരമായൊരു സ്ഥലമാണ്. പക്ഷേ ഇതിൻ്റെ അകത്തൊരു ബോർഡ് വെച്ചിരിക്കുന്നത് സൂക്ഷിച്ച് നടക്കണം, ദ്രവിച്ചിരിക്കുകയാണെന്നൊക്കെയുള്ള ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട്. അത് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റോ പഞ്ചായത്തോ ആരെങ്കിലും ഏറ്റെടുത്തിട്ട് ഇത് ഇത്രയും ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഒരു തൂക്കുപാലം ഉണ്ടാക്കിയപ്പോൾ ഇതെല്ലാം ഇങ്ങനെ തുരുമ്പ് പിടിച്ച് ഇങ്ങനെ കിടക്കാതെ അത് മെയിൻ്റനൻസ് നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് സംരക്ഷിക്കപ്പെടാൻ സാധിക്കും. ഇതൊക്കെ പല സ്ഥലങ്ങളിലും പൊട്ടിപ്പോയിട്ടുണ്ട്. പൊട്ടിപ്പോയത് നിങ്ങൾ ശ്രദ്ധിച്ച് നടക്കണമെന്ന് ബോർഡ് എഴുതുന്നതിൽ അർത്ഥമില്ല. തീർച്ചയായിട്ടും ഇത് ഗവൺമെൻറ് ശ്രദ്ധിക്കണം. ഒരു 10-20 രൂപ, ഒരു 20 രൂപ ടിക്കറ്റ് വെച്ച് പഠിച്ചാലും ധാരാളം ആളുകൾ ഇത് കാണാൻ വരുന്നുണ്ട്. ആ പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ളൊരു സെൻറ്ററൊക്കെ ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും ഗവൺമെൻറ്റിന് ഒരു ധനാഗമ മാർഗവും സഞ്ചാരികൾക്ക് സന്തോഷവുമായിരിക്കും. ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകാതെ സംരക്ഷിക്കുവാൻ ഇതിൻ്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നോ ജില്ലാ കേന്ദ്രത്തിൽ നിന്നോ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നോ ഒരു മുൻകരുതലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല ഒരു സെൻറ്ററായിട്ട് എന്നെ വളർത്തിക്കൊണ്ട് വരാനായിട്ട് സാധിക്കും. വലിയ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന കാലം മാത്രം ഇത് അടച്ചിട്ടാൽ മതി. അല്ലാത്ത കാലങ്ങളിലൊക്കെയും ധാരാളം ടൂറിസ്റ്റുകൾക്ക് വന്ന് ഇവിടെ കണ്ടു പോകാനായിട്ട് സാധിക്കും. മാത്രമല്ല വിശ്രമിക്കാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. കാച്ച്മെൻ്റ് ഏരിയ ഒത്തിരി ഉള്ളതുകൊണ്ട് വേനൽക്കൊക്കെ ആയിരക്കണക്കിന് ആളുകൾക്ക് വന്ന് വിശ്രമിക്കാനായിട്ട് സാധിക്കും. നല്ല കാറ്റും നല്ലൊരു പ്രകൃതിയാണ്. ഇവിടെ കാണുന്നത് കാട്ടുപോത്തല്ല. അത് ഇവിടെ ഈ ഗ്രാമപ്രദേശങ്ങളിൽ കന്നുകാലി വളർത്തുന്നവരുടെ പോത്തുംകുട്ടന്മാരൊക്കെ അവിടെ നിൽപ്പുണ്ട്. കാൽവറി മൗണ്ടിലെ പോലെയോ അരുവിക്കുഴിയിലെ പോലെയോ ഒക്കെ നല്ലൊരു സെൻറ്ററായിട്ട് വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പം നിസ്സാരമായിട്ട് പരിഹരിക്കാവുന്ന ഇതിൻ്റെ കേടുകൾ പരിഹരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് വലിയൊരു മുതൽക്കൂട്ടാണ് നമ്മുടെ രാജ്യത്തിന്. പലർക്ക് തൊഴിൽ സാധ്യതയുള്ളതാണ്. ഗവൺമെൻറ് വരുമാനം ഉണ്ടാകുന്നൊരു മേഖലയാണ്. ഇതിൻ്റെ അധികാരികൾ ഇത് ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും നമുക്കിത് നല്ലവണ്ണം രൂപപ്പെടുത്തിയെടുക്കുവാനായിട്ട് സാധിക്കും.